അതെ, ഞങ്ങൾക്ക് വേറെ ചീത്ത പറയുന്ന പണിയില്ലല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഭിന്നിപ്പിക്കുന്ന ആളുകളല്ല, ഞങ്ങൾ ഐക്യത്തിന്റെ ആളുകളാണ്. പക്ഷേ സത്യത്തിൽ മാത്രമുള്ള ഐക്യം, സുന്നത്ത് ജമാഅത്തുള്ള ഐക്യം, സുന്നി ഐക്യം, സുന്നി ഐക്യം അതിവിടെ വേണം. അതിന് എന്ത് വില കൊടുത്തും ഞങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ കൊടിക്കീഴിൽ ജനങ്ങളെ അണിനിരത്തുകയും ചെയ്യും. അത് എല്ലാവരും സഹകരിക്കുക, എല്ലാവരും കൂടുക. ഞങ്ങൾ അങ്ങോട്ടും കൂടാം, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം. അല്ലാത്തതിൽ ഞങ്ങൾക്ക് നിർവാഹമല്ല. റസൂലുള്ളാഹിന്റെ കൊമ്പ വളർത്തി അറിയണമെന്ന് പറയുന്നവരെ കൂടെ കൂടാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. പിന്നെ ഞങ്ങൾ സുന്നികൾ തമ്മിൽ വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനാപരമായിട്ട്. അത് കണ്ടുകൊണ്ട് ഞങ്ങൾ വയ്യാലെ കൂടെ ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് ജമാഅത്തിനെതിരിൽ ആര് ശബ്ദിച്ചാലും എല്ലാ സുന്നികളും ഒന്ന് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നികൾ തമ്മിൽ നിലവില് പ്രശ്നങ്ങളൊന്നുമില്ല. സുന്നി ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കുറെ സംഘടനകളുണ്ട്. സംഘടനകൾക്കിടയിൽ ഇന്ന് സംഘർഷങ്ങളില്ല. എല്ലാവർക്കും അറിയാം, നേരത്തെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലക്രമേണ അതെല്ലാം പരിഹരിച്ചു. ഇപ്പോ സുന്നി സമൂഹം വലിയ സൗഹാർദ്ദത്തിലാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ യാത്ര അവസാനിക്കുന്നതിന് മുമ്പായിട്ട് സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട കാര്യമായ ചില വസ്തുതകൾ പുറത്തുവരും. അപ്പൊ നമ്മൾ എല്ലാവരെയും വിളിക്കുന്നു, എല്ലാവരും വരുന്നു. നമ്മുടെ കുട്ടികൾ അവിടെയും പോകാറുണ്ട്, മറ്റേ സമസ്തന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ. കാരണം കേരളത്തിലെ സുന്നികൾ ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഐക്യപ്പെടണം എന്നൊരു രീതിയിൽ പൊതുജനങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്, നേതാക്കന്മാരും എത്തിയിട്ടുണ്ട്. ആർക്കാണ് അതിന് യോജിപ്പില്ലാത്തതെന്ന് ചോദിച്ചാൽ ചില രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം. അവര് വിദഗ്ധത്തിന്റെ കക്ഷികൾ വിഭിന്ന ചേരികളിലായി തുണ്ടം തുണ്ടമായി വീണപ്പോ അതെങ്ങനെയെങ്കിലും യോജിപ്പിക്കാൻ വേണ്ടി അവർ പല ശ്രമങ്ങളും നടത്തുന്നു. സുന്നികൾ എങ്ങനെയെങ്കിലും യോജിക്കാൻ വേണ്ടി വരുമ്പോ അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് വിചാരിച്ചാലേ സുന്നി യോജിക്കാൻ കഴിയൂ എന്നൊന്നുമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ സമ്മേളനങ്ങൾ എവിടെ നടന്നാലും ആര് നടത്തിയാലും അവിടെ പോയി സുന്നത്ത് ജമാഅത്ത് പഠിക്കാൻ നോക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്കുള്ള വൈകല്യങ്ങൾ എന്താണെന്ന് അറിയാൻ നോക്കണം. സുഹൃത്തുക്കളെ, സുന്നികളായ മുഅ്മിനീങ്ങൾ ഐക്യത്തോടെ ജീവിക്കണം. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്, സയ്യിദന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കരുത്. സുന്നത്ത് ജമാഅത്തിലുള്ള സർവ്വ മുഅ്മിനീങ്ങളും ഏത് സംഘടനയായാലും പരസ്പരം സഹകരിച്ചു सदका करो तन मन अपना, सदका करो तन मन अपना, या ख्वाजा मुईनुद्दीन हसन जो